ശബരിമല നോൽമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുള്ളിൽ വെജിറ്റബിൾസ് കൊണ്ട് എന്തെല്ലാം പരീക്ഷിക്കാം അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ബ്രിഞ്ചോൾ തവ ഫ്രൈ ആണ് നോക്കുന്നത്. നമ്മുടെ മീനൊക്കെ വറുക്കുന്ന പോലെ അതേ മസാലകളാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി എടുത്തിട്ടു. പിന്നെ നാരങ്ങനീരുണ്ടെങ്കിൽ പിഴിഞ്ഞൊഴിച്ചാൽ ഏറ്റവും നല്ലത് അതാണ്. ഞാനിതാ നാരങ്ങനീരിന് പകരം ഇച്ചിരി വിനീഗറാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ കൊടുക്കുന്നൊരു സ്വാദ് അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ. ഓയിലൊന്നും വെച്ചുണ്ടാക്കിയാൽ നമ്മൾ മലയാളികൾക്ക് അതൊന്നും അത്രയ്ക്കങ്ങ് സുഖിക്കൂല. അപ്പം ഞാനിതാ വെളിച്ചെണ്ണയിൽ തന്നെയാണ് തവ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതാ ബ്രിഞ്ചോൾ ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് പാകത്തിനരിഞ്ഞ് വെക്കണം. കുറച്ച് കട്ടിങ് കനം ഇരുന്നോട്ടെ കേട്ടോ. ഒരു മീനിൻ്റെ ഘനത്തിൽ തന്നെ മുറിച്ചെടുത്തതാണേ. എന്നിട്ട് ഓരോന്നായിട്ട് ഞാനതങ്ങനെ മാറ്റി കോർണർ ചെയ്തങ്ങനെ വെച്ചു. പിന്നെ ഓരോന്നും ട്രൈ ചെയ്യുമ്പോൾ ഇത്ര അളവിലിത് എന്നൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ. എല്ലാ ഡിഷും എൻ്റെ ഒരു കൈകണക്കാണ് ഞാൻ എടുക്കാറ്. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നോക്കുന്നതിലും ചിലപ്പോൾ എൻ്റേതായ പരീക്ഷണങ്ങൾ ഞാൻ നടത്തി നോക്കാറുമുണ്ട്, ഫെയിലായി പോകാറുണ്ട്, വിജയിക്കാറുമുണ്ട്. ചില വിജയിച്ച ഐറ്റം പിന്നെ ഉണ്ടാക്കി നോക്കുമ്പോഴോ അത് ആ സ്വാദിലോട്ട് കിട്ടത്തുമില്ല. കറിവേപ്പില ഇങ്ങനെ മുഴുവനായിട്ടിടുന്നതിന് പകരം ഞാനിത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ആദ്യം പുള്ളീനെ ആ ഗ്രിൽ പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ തിളച്ചിരിക്കുമ്പോൾ പാനിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ തീ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ. ഒരു മീഡിയം സ്മെല്ലിട്ട് വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. കാര്യം നോലുമ്പൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ബ്രിഞ്ചോൾ ഫ്രൈ ആണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചോറിന് മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞൻ എന്നോട് ചോദിക്കും, എന്തോന്ന് അമ്മ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, മീനൊന്നും ഇല്ലേന്ന്. എന്നാൽ ഇപ്പോഴോ 2 കൊണ്ടാട്ടമുളക് വറുത്ത് കിട്ടിയാൽ തന്നെ ചോറ് പോകുന്ന പോക്കങ്ങ് സൈക്കിളിലാണ്. ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ആ മസാലയൊക്കെ ശരിക്കും അതിൽ പിടിച്ചിട്ടും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ലൊരു വെജ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വെജ് ബിരിയാണിയും ഈ ഫ്രൈയും കൂടെ നല്ല കോമ്പിനേഷനായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണിയുടെ കൂടെയാണേലും ചപ്പാത്തിയുടെ കൂടെയാണേലും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. എനിവേ, ബൈ.